Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ് കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഓൾറെഡി സിലബസ് അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന റിക്വസ്റ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പലരും അറിഞ്ഞിട്ടില്ല ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റേൺ ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാ, 10 മൊഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ? ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം തന്നെ ഒരുപാട് കമന്റും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ ആപ്പിലൂടെ. സോ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സിന്റെ ബാച്ച് ഓപ്പൺ ആണ്. ലൈവ് സെഷൻസ്, അതിന്റെ റെക്കോർഡ് PDF നോട്ട്സ്, ഡെപ്തിലുള്ള സെഷൻസ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. എക്സാം വരെ ഫുൾ സപ്പോർട്ട്, ഇന്റർവ്യൂ കഴിയുന്ന വരെയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ സ്ഥാപനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് 2021 ജനുവരി 11 നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ് കേരള PSC കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ 2 മണിക്കൂറിന്റെ എക്സാം ആണ്. ഇപ്പോൾ യൂഷ്വലി നമുക്ക് മറ്റേ എക്സാംസ് ഒക്കെ MCQ ടൈപ്പ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒക്കെ വരുന്നത് 100 ചോദ്യങ്ങൾ 90 മിനിറ്റ്സിന്റെ പേപ്പറാണ് അല്ലെ, 1.5 മണിക്കൂർ. ഇവിടെ നമുക്ക് 2 മണിക്കൂറിന്റെ എക്സാം ആണ്. 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം 10 മൊഡ്യൂൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഡെപ്തിൽ പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് വരണ സമയത്ത് നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഈ 2 മണിക്കൂറിൽ ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സമയത്തെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും സ്പെസിഫിക് ആയിട്ട് ആൻസർ കൊടുക്കാനുള്ള ഒരു കാലിബർ, അത് നിങ്ങൾ റൈറ്റിംഗ് സ്കില്ലിലൂടെ ഡെവലപ്പ് ചെയ്യണം. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കി പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കണം. അത് എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും കുട്ടികൾക്ക് ലാക്ക് ചെയ്യുന്നത് ഇതാ. ഇപ്പോൾ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് എക്സാമിന് ഇങ്ങനെയല്ല, എന്ത് വരാ, ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും. എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 വരി അവിടെ ഉണ്ടായിരിക്കും. 3 മാർക്കാണെങ്കിൽ 4-5 വരികൾ ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഈ ഒരേപോലെ അല്ല. ആ സ്പേസിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. ആ സ്പേസിൽ പ്രോപ്പറായിട്ട് എഴുതാൻ. കാരണം അവര് ഒരു ചോദ്യത്തിനുള്ള സ്കോപ്പിനനുസരിച്ചുള്ള സ്പേസ് ആണ് നിങ്ങൾക്ക് നൽകുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. പിന്നെ ഈ 2 മണിക്കൂറിൽ ഈ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ജനറലൈസ് ചെയ്യാണ്ട് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ടൈം ഇങ്ങനെ പോകുമ്പോൾ നമുക്കുള്ള ടെൻഷൻ, അപ്പൊ ഇതിനൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരണം. ഇത്രത്തോളം പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ വെല്ലുവിളികൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് നമ്മൾ എന്താണ് കാമായിട്ട് എക്സാം ഹോളിൽ എത്തി നല്ല റിസൾട്ടിലോട്ട് എത്തണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ തുടങ്ങിയാലേ കാര്യമുള്ളൂ. നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള എഫേർട്ട് വേണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഒന്ന് പോകാം. അതിനുശേഷം നിങ്ങളുടെ മറ്റ് സംശയങ്ങളും ഞാൻ തീർത്തിട്ടേ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ. ഒരുപാട് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഒന്നുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇപ്പൊ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് മെത്തഡോളജിയിൽ നിന്ന്, ഹൗ ഡസ് സർവേ എക്സാംപ്ലിഫൈ ദ ക്രോസ് സെക്ഷണൽ റിസർച്ച് ഡിസൈൻ. ഒക്കെ ഡയറക്റ്റ് ചോദ്യമല്ലേ, 3 മാർക്കാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടാവും, നിങ്ങൾ അതിന് ആൻസർ കൊടുക്കണം. നമുക്ക് എന്തായാലും ഇനി വരും വീഡിയോസിൽ ഇതിന്റെ
ആൻസർ കീ എങ്ങനെ എഴുതണം എന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകണം കേട്ടോ. ദെൻ രണ്ടാമത് അപ്പോൾ നമുക്ക് മെത്തഡോളജി പാർട്ടിൽ നിന്നാണ് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നത്. പിന്നെ ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ ദ സോഷ്യൽ സിസ്റ്റംസ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് അതിനെ പറ്റിയിട്ട് 3 മാർക്സിന് ഒരു ചോദ്യം. ദെൻ ഹൗ ആർ മ്യൂച്വൽ ഫണ്ട് ഓയിങ്സ് ട്രീറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ വന്നത്, അക്കൗണ്ടിങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അതിൽ അഡ്ജസ്റ്റ്മെന്റ് മ്യൂച്വൽ ഓയിങ്സിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ വ്യക്തമായിട്ടത് എഴുതാനുള്ളൊരു കഴിവ് അതാണ്. ദെൻ ഹൗ ഡു യു കൺട്രോൾ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ യൂസിങ് ഫ്യൂച്ചേഴ്സ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നിന്നുള്ള ഒരു ചോദ്യം 3 മാർക്ക്. ദെൻ ജി എസ് ടിയിൽ നിന്ന് സ്റ്റേറ്റ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും വാരി വലിച്ചെഴുതാനുള്ള സ്പേസും ഇല്ല. എന്താണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്താൽ അവിടെ മാർക്ക് കിട്ടും. പോയിന്റുകൾക്ക് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ what are the important features of current cost accounting technique for price level changes, മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് 3 മാർക്കിന്റെ വന്നത്. നോക്കിയേ 1 2 3 4 5 6. ഇപ്പോൾ 18 മാർക്സ് ഇവിടെ വന്നു. 18 മാർക്സ് 3 മാർക്സിന്റെ എത്രയാ 6 ചോദ്യങ്ങൾ ആദ്യം. അതിനുശേഷം പിന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് ഡെവലപ്ഡ് over the period of time in response to a complex set of factors. ഡിസ്കസ് എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ സ്പേസ് നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് അവിടെ കൂടുതലാണ്. 5 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പുറത്തിൻ്റെ അടുത്തൊക്കെ ഒരു സ്പേസ് ഉണ്ടാവും. 5 മാർക്സ്. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെത്തഡോളജി ഓഫ് ഇക്കണോമെട്രിക്സ്. അത് എവിടെ നിന്നാണ്? മെത്തഡോളജി മെത്തഡോളജി ഏരിയയിൽ നിന്നാണ്. പുതിയ ഏരിയയാണ് ഇക്കണോമെട്രിക്സ്. അതിൽ നിന്ന് ചോദ്യം വന്നു. 5 മാർക്ക്. അപ്പോൾ 5 3 8 മാർക്കായി അവിടെ തന്നെ. Then bring out the salient features of insolvency bankruptcy code 2016. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചോദ്യം. Then discuss how the equity theory of motivation relate to procedural justice. Why is this so important to today's employees? 5 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചോദ്യം വരുമ്പോൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ടോ അതനുസരിച്ച് മാർക്ക് കിട്ടുള്ളൂ. കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ മോഡ് വരുന്നത്, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ആക്ച്വൽ ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. Then briefly explain the various behavioral biases that influence investment decision making. ബിഹേവിയറൽ ബയാസസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കുട്ടികളുടെ അടുത്ത്. ഈ ഒരു ഏരിയ ഇതിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. Then MNC when properly directed and controlled can help development of developing economies. Substantiate. ഇൻഡയറക്റ്റ് ചോദ്യമാണ്. പ്രോപ്പറായിട്ട് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ദെൻ പ്രോബ്ലംസ്. 2 പ്രോബ്ലംസ് ആണ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. 2 നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്വസ്റ്റ്യൻസാണ്. നോക്കിയേ. മിസ്റ്റർ ഹരീഷ് കിഷോർ ഫർണിഷ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2020. നമുക്കറിയാം കാൽക്കുലേറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളെ എക്സാമിന് വരല്ലോ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2021 ഇഫ് ഹി ഈസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടും. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് ഇൻ പഞ്ചാബ് 50,000. ദെൻ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഉണ്ട്. 5 കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് ശരിക്കും ഡിഗ്രി ബേസ്ഡ് ഉള്ള ഒരു ചോദ്യമുള്ള 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് FM-ൽ നിന്നൊരു പ്രോബ്ലം. Prem Sagar Enterprises Limited is setting a project with a cost of rupees 10 lakh and 1 crore. It is considering following 3 options for financing the project. Capital structure ആണ്. ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C. ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. The company's estimated earnings per year 40 lakh. The corporate tax rate 50%. Show impact of gearing on EPS. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 ചോദ്യങ്ങളും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൈകൊണ്ട് തന്നെ. 10 മാർക്ക് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് കിട്ടുന്നതും
വല്ലാണ്ട് പ്രശ്നമില്ലാത്തതുമായിട്ടുള്ള ഇങ്ങനെ ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് ആൻസർ ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു? ഇപ്പം അതൊന്നും ചിലപ്പോൾ പറ്റില്ല. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പിക്ക് ചെയ്ത് അല്ലാണ്ട് ഓർഡറിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. അവർക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഡിറക്റ്റ് ചോദ്യങ്ങളുണ്ട്, അത് പിക്ക് ചെയ്ത് എഴുതാം. കാരണം ഡിറക്റ്റ് ചോദ്യങ്ങൾക്ക് സ്കോർ എന്തായാലും നമുക്ക് പറ്റുന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് ആകുമ്പോൾ അതനുസരിച്ച് കുറയും. ദെൻ number 15, explain the aggressive approach to financing the working capital requirement of a firm. Also state the consequences. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന്റെ. Then JAT, show the impact of JAT system on waste cost and product prices. Then explain how the portfolio risk can be reduced through diversification. Again portfolio risk relate ചെയ്തിട്ടുള്ളത്. Then give a brief account of the measures to correct balance of payment disequilibrium. അപ്പോൾ ഇവിടെ മുതൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി. 5 മാർക്കിന്റെ നമുക്ക് എത്ര എണ്ണം വന്നു? 3 മാർക്കിന്റെ നമുക്ക് 6 എണ്ണമാണ് വന്നത്. 5 മാർക്കിന്റെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചോദ്യങ്ങൾ 5 മാർക്കിന്റെ. അപ്പോൾ 50 പ്ലസ് നേരത്തെ നമുക്ക് 18 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 68 മാർക്സ്. ബാക്കി 32 മാർക്സ് ആണ്, അത് 8 മാർക്സിന്റെ. അപ്പോൾ 8 മാർക്സിന്റെ നമുക്ക് 4 ചോദ്യങ്ങളാണ് വരുന്നത്. അല്ല, ആദ്യം പോർട്ട്ഫോളിയോ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഡിവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് 8 മാർക്ക്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചോദ്യം. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രേറ്റിനെ പറ്റിയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ 8 മാർക്ക്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യ ഇൻ ഇയേഴ്സ് ഷോ എ paradigm shift from the Japanese model to Anglo-American model. Substantiate your answer. എന്തായാലും ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. ആ സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ല, അതിൻ്റെ എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റുന്നു അതനുസരിച്ചിട്ടുള്ള മാർക്ക് കിട്ടും നമുക്ക്. ഡിസ്കസ് ദ വാരിയസ് ബേസസ് അവൈലബിൾ ഫോർ ഇന്റർ കമ്പനി ട്രാൻസ്ഫർ പ്രൈസിങ്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 2021 ജനുവരി മാസം 11-ാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സിന്റെ ഇതിനു മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ എന്താണ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ ഓരോ ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. ആ സ്പേസിൽ നിങ്ങൾ ആൻസർ കൊടുക്കണം. ഡിറക്റ്റ് ചോദ്യങ്ങൾ പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ വരുള്ളൂ. ഇപ്പോൾ ടോട്ടൽ 100 മാർക്കിൽ 10 മാർക്കാണ് പ്രോബ്ലം വന്നത്. ബാക്കി 90 മാർക്സും തിയറിയാണ് വന്നത്. ആ തിയറി എന്ന് പറയുന്നത് ഡിറക്റ്റും ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു എന്നുള്ളത്, ഒരു ചോദ്യത്തിന് എത്രത്തോളം വ്യക്തമായിട്ട് ഡിറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനെന്താ വേണ്ടേ? പഠിക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. ഏത് ചോദ്യം വന്നാലും അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം നിങ്ങളുടേതായിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് ഉണ്ടാക്കണം, റൈറ്റിംഗ് സ്കില്ല് ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേയിൽ ചിന്തിച്ച് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. എന്നാലേ ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുക, ഇപ്പോൾ മേജർ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ, ഡിറക്റ്റ് ചോദ്യം 3 മാർക്ക്. ആ ഫങ്ഷൻസ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ഓൾറെഡി ഉള്ളതാണ്. നേരെ മറിച്ച് നമുക്ക് ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഡിസ്കസ് ഹൗ ദ ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ റിലേറ്റ് ടു പ്രൊസീജിയർ ജസ്റ്റിസ്. വൈ ഈസ് ദിസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ടുഡേയ്സ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങളെ പറയാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ കൊടുക്കില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അപ്പം അത് കൊടുക്കുമ്പോൾ എന്താ, ആദ്യത്തെ പാർട്ടിനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താണെന്ന് പറയുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സാമ്പിളൊക്കെ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റണം. എന്തും നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എഴുതി വയ്ക്കലല്ല, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സപ്പോർട്ടിങ് എവിഡൻസ് എക്സാമ്പിളൊക്കെ കോട്ട് ചെയ്ത് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സ്കില്ല് ഉണ്ടാക്കി വയ്ക്കണം. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ വെറുതെ ബൈ ഹാർട്ട് പഠിച്ചു പോകുന്ന ഒരു പരിപാടി മാറ്റി എല്ലാത്തിനും വ്യക്തത ഉണ്ടാക്കി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം. അതുപോലെ തന്നെ ടൈം ഉണ്ടല്ലോ, ഇതൊന്നും നടക്കില്ല മക്കളെ. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്. വളരെ നല്ലൊരു പോസ്റ്റാണ്. സാലറി പാക്കേജ് തന്നെ നിങ്ങൾക്കറിയാം. സ്റ്റാറ്റസ് ഏറ്റവും ഹൈ ലെവൽ സ്റ്റാറ്റസ് ആണ്. ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേജ് ആണെങ്കിലും ലക്ഷങ്ങൾ
എമൗണ്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. ഓക്കെ, സിലബസ് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല ഈ നോളജും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് പിന്നിലൊരു ഹാർഡ് വർക്ക് വേണം. അപ്പോൾ വ്യക്തമായിട്ട് ടൈം ടേബിൾ വെച്ച് പഠിച്ച് മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓരോ ദിവസവും നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി ടിപ്സ്, അഡീഷണൽ വീഡിയോസ്, എങ്ങനെ പഠിക്കണം, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.